മാഡം. തനുശ്രീ അപ്പോ തനുശ്രീക്കൊന്നും അറിയില്ല? ഇല്ല മാഡം. ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്ക്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോന്നു? മാഡത്തിനോട് പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല. ഇന്നലെ അപർണയുടെ വീട്ടിൽ നടന്ന റിസപ്ഷന് തനുശ്രീയെ ക്ഷണിച്ചിരുന്നു? ഇല്ല. പക്ഷേ ഇയാൾ അവിടെ വന്നിരുന്നല്ലോ. വന്നിരുന്നു. പോയില്ലേ? ആൻസർ പറയൂ. പോയി. അത്യാവശ്യത്തിനുള്ള വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തോണ്ടാ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നീ എന്തിനാ ഇന്നലെ കൽത്തോട്ടത്തിൽ വന്നേ? മാഡം, ഞാൻ പോലും അറിയാതെ ഇന്നലെ ഇവള് കൽത്തോട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പുവിന്റെ മിസ്സിംഗുമായിട്ട് ഇവൾക്ക് എന്തോ ബന്ധമുണ്ട്. തനുവിനെ കസ്റ്റഡിയിൽ എടുക്കണം. ഒന്ന് സമാധാനിക്കണം സിദ്ധാർത്ഥ്. ഞാൻ വന്നത് പപ്പയെ കാണാനാ. നീ എന്തിനാ കല്യാണത്തലേന്ന് എന്റെ പപ്പയെ കാണുന്നേ? വെയിറ്റ് സിദ്ധാർത്ഥ്, ഞാൻ ചോദിക്കാം. എനിക്ക് ഒളിക്കാനും മറിക്കാനും ഒന്നുമില്ല മാഡം. സിദ്ധുവായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് നടന്നവളാ ഞാൻ. ഇപ്പോഴും അതാ എന്റെ സ്വപ്നം. ഇവൻ അപർണയെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാവാത്ത കാര്യം. സിദ്ധു എന്റേത് മാത്രമായിരിക്കണം എന്നാണ് ആഗ്രഹം. ചിലപ്പോ അത് അത്യാഗ്രഹമായിരിക്കും. എന്നിട്ടാണോ നീ ഞങ്ങളുടെ വിവാഹത്തിന് ഒരു ആവർത്തിച്ചു പറഞ്ഞു? അപ്പൊ നിനക്കെന്തോ ഹിഡൻ അജണ്ടയുണ്ട്. മാഡം, ഇവളെ വെറുതെ വിടരുത്. കൂടുതൽ കഥ പറയാതെ മാറ്ററിലേക്ക് വാ. ഇന്ന് കല്യാണത്തിന്റെ മുഹൂർത്തം ആവുമ്പോ സിദ്ധു എന്റെ കഴുത്തിലായിരിക്കണം താലി കെട്ടുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ പ്രതീക്ഷിച്ചു. അതെങ്ങനെ സംഭവിക്കും? ആ കാര്യം എന്നോട് പോലും പറയാതെ രഹസ്യമായിട്ട് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നു പപ്പ. വേറൊന്നുമില്ല. ഓ, അതാണോ? എവിടെ നിങ്ങളുടെ ചേട്ടന്റെ ഭാര്യ? വിളിക്കാം, അപ്പുറത്തുണ്ട്. വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. പപ്പയോട് ക്ഷമിച്ചതല്ല, രക്ഷിച്ചതാ ഞാൻ. എന്താ, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ഇല്ല മാഡം. എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയ മതിയായിരുന്നു. എന്നിട്ട് വേണം ആ പോലീസുകാര് നിന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ. തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആൺ പോലീസുകാരെ പോലെ അല്ലല്ലോ മമ്മ പോലീസിലെ പെണ്ണുങ്ങള്. പുലികളായിരിക്കും. അതും SI മാത്രമല്ല, ACPയോ. ചുമ്മാ എടുത്തിട്ടങ്ങ് കൊടയും. നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും മൂഡ് ഓഫിലാണല്ലോ. എന്ത് ചെയ്യാം, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ലൈഫിൽ സംഭവിക്കുന്നത്. എല്ലാവരും പറയുന്നത് അപർണയെ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന. ശരിക്കും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവോ? ഭാവനയ്ക്ക് എന്ത് തോന്നുന്നു? അതിപ്പോ ഞാനെന്ത് പറയാനാ മാഡം? രാവിലെ വിവരം അറിഞ്ഞതിൽ പിന്നെ ഇവള് ജലപാനം കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് സങ്കടായിപ്പോയി. മുഖം കണ്ടാലേ അറിയാം. എന്റെ വിഷമം മാഡത്തിനെങ്കിലും മനസ്സിലായല്ലോ. സമാധാനമായി. തട്ടിക്കൊണ്ടുപോയതാണെങ്കി ഇതിനോടകം ഫോൺ കോള് വരേണ്ടതല്ലേ?
പെണ്ണിനെ വിട്ടയക്കണമെങ്കിൽ 2-3 കോടി രൂപ ആവശ്യപ്പെട്ടേനെ. യു ആർ കറക്റ്റ്. മമ്മയ്ക്കും മോൾക്കും ആരെങ്കിലും സംശയമുണ്ടോ? ഏയ് ഇല്ല മാഡം, ഞങ്ങൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്താ സംഭവിച്ചെന്ന്. റിയ ഇപ്പൊ എവിടെയുണ്ട്? മനസ്സിലായില്ലേ? ബാലശങ്കറിന്റെ റിയ. അയാളിപ്പോ എവിടെയുണ്ടെന്ന് അറിയില്ല മാഡം. ഒന്ന് ഓർത്തു നോക്ക്. സത്യമായിട്ടും എനിക്കിപ്പോ റിയ ആയിട്ട് ഒരു ബന്ധവുമില്ല മാഡം. അപ്പോ നേരത്തെ ബന്ധം ഉണ്ടായിരുന്നു. അതാരാന്ന് മാഡത്തിന് പറയാൻ പറ്റുമോ? ആരുമാവാം. ഞങ്ങൾ പോലീസുകാർക്കൊരു പൊതു സ്വഭാവമുണ്ട്. ഒരു ക്രൈം അഥവാ ക്രൈം അറ്റംപ്റ്റ് നടന്ന ആ പരിസരത്തുള്ളവരെ എല്ലാം സംശയിക്കും. ആരും പ്രതിയാവാമല്ലോ. മർഡർ നടത്തിയയാള് അന്വേഷണത്തിന് വന്ന പോലീസിനെ സഹായിക്കാനെന്ന മട്ടിൽ കൂടെ കൂടിയ കഥയും കേട്ടിട്ടുണ്ടല്ലോ. ഒരു നിമിഷത്തെ പ്രേരണ കൊണ്ട് കൊലപാതകം നടക്കാം. പെട്ടെന്നുണ്ടാവുന്ന പ്രകോപനം കൊണ്ട് സംഭവിച്ചു പോകാം. എന്നാൽ കിഡ്നാപ്പിംഗ് അങ്ങനെയല്ല. മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാ മുൻകരുതലുകളും എടുത്തിരിക്കും. ഇതിപ്പോ പണത്തിനു വേണ്ടിയല്ല അവനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ആണെങ്കിൽ ഇതിനോടകം ഫോൺ കോൾ വന്നേനെ. അപ്പോ ലക്ഷ്യം വേറെയാ. അതുകൊണ്ട് പ്രതി ആരുമാവാം. നിങ്ങളുടെ ഫാദർ, ഇളയച്ചൻ, മധുശങ്കർ, അങ്ങനെ ആരെയും സംശയിക്കാം. പ്രഭ വിളിക്കായിരുന്നേ ഇവിടത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി. അവൾക്ക് ഭയങ്കര വിഷമായി. വാവിട്ട വർത്താനം പറയെങ്കിലേ അപ്പുവിനോട് അവളുടെ ഉള്ളിൽ മുടിഞ്ഞ സ്നേഹ. അപ്പുവിന്റെ കാര്യത്തിൽ മോനെ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? മാഡത്തിന് മധുവിനോട് എന്തോ സംസാരിക്കാനുണ്ട്. നമസ്കാരം. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. അറിയാവുന്നതാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ഞാൻ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാലോ. അതല്ലേ ഉത്തരവാദിത്വം. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല മാഡം. അപ്പുവിനെ കണ്ടെത്തേണ്ടത് ഈ കുടുംബത്തിന്റെ ആവശ്യ, എന്റെയും കൂടി ആവശ്യ. എന്നാ ആ റിയെ വിളിച്ചൊന്ന് സംസാരിക്കണം. റിയോ? ആ, അറിയില്ലേ? എനിക്ക് ആ പെണ്ണുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് പറയണ്ട. മധു ആ പെണ്ണിനെ പണ്ട് വിളിക്കുമായിരുന്നു. അതൊക്കെ പണ്ടല്ലേ. പ്രഭ വിലക്കിയതിനു ശേഷം ഒരു മിസ് കോള് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ. എന്നാലും വിളിച്ചെടുക്കാതിരിക്കത്തില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്യ്. ഒരു സീരിയസ് മാറ്റർ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ പറയണമെന്ന് തോന്നിയത്. അത് കഴിഞ്ഞു മതി കല്യാണമൊക്കെ. എന്തു പറ്റിയപ്പോ? എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് എത്ര വർഷമായിന്ന് അറിയാമോ? അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അവരെങ്ങനെ മരിച്ചെന്നറിയോ സിദ്ധുവേട്ടന്? കാർ ആക്സിഡന്റിൽ. എന്തു പറ്റി നീ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നേ? അവര് മരിച്ചതല്ല, കൊന്നതാ. മോനെ, സിദ്ധു സൂക്ഷിച്ചു പോ. അപ്പുവിന്റെ അച്ഛനെയും അമ്മയും കുഞ്ഞിക്ക് അറിയായിരുന്നു? ഇല്ല, അവരുടെ മരണമൊക്കെ നടന്നതിന് ശേഷമല്ലേ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നേ. മമ്മി ആ സംഭവത്തെ പറ്റി കുഞ്ഞിയോട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? ഏയ് ഇല്ല മോനെ, ആ കാര്യങ്ങളൊന്നും ഏട്ടത്തി സംസാരിച്ചിട്ടേ ഇല്ല. അന്ന് അതൊക്കെ വലിയ വാർത്തയായിരുന്നു പത്രത്തിലൊക്കെ. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ പിന്നെ ഇത്രയും ന്യൂസ് ചാനലുകളൊന്നും അന്നില്ലല്ലോ. പേപ്പറും പിന്നെ റേഡിയോയിലെ പ്രാദേശിക വാർത്തയും, അങ്ങനെ ആളുകളെ ന്യൂസ് അറിഞ്ഞിരുന്നത്. അല്ല, ഇപ്പോഴെന്താ നീ അവരുടെ അപകടത്തെ കുറിച്ച് ചോദിച്ചത്? ഏയ് ഒന്നുമില്ല കുഞ്ഞ. അപ്പൊ അതിന്റെ കാര്യം വല്ല സൂചിപ്പിച്ചായിരുന്നു? ഇല്ല, പെട്ടെന്ന് ഓർത്തപ്പോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആക്സിഡന്റ് നടക്കുമ്പോ അപ്പമോൾ അവരുടെ കൂടെ ഇല്ലാതിരുന്നത് ഭാഗ്യായി. ഹോ, അല്ലെങ്കിൽ ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടേനെ. ആയുസെത്തുമ്പം ദൈവം വിളിക്കും. അന്നേരം ആരായാലും പോയല്ലേ പറ്റൂ. ഇത് ദൈവം വിളിച്ചതല്ല, ദൈവത്തെ കൊണ്ട് വിളിപ്പിച്ചതാ.
അപ്പോ അവളോട് നിനക്ക് ആത്മാർത്ഥത ഇല്ലായിരുന്നു എന്നർത്ഥം. ബാലു എന്ത് ചെയ്താലും കുഴപ്പമാണല്ലോ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. റിയ എവിടെ ഉണ്ടെന്ന് പറ. അവൾ എവിടെയാണെന്ന്. എനിക്കറിയില്ല. അതെന്താ, നിങ്ങൾ ഒരുമിച്ചല്ലേ? അല്ല, ഫോൺ വിളിക്കാതിരിക്കില്ലല്ലോ. വിളിച്ചാലും എടുക്കാറില്ല. റിയ വിളിച്ചാ നീ ഫോൺ എടുക്കില്ലെന്ന് ഞാനതങ്ങ് വിശ്വസിച്ചു. ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കാറില്ല. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ടാക്സി കൂലി പോലും ഇല്ലാതെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. എന്നാ ഞാൻ അവൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. അത് മതിയോ? ഞാൻ അറിയുകയും എന്നും ആമയ്ക്ക് പരിഹസിക്കാനുള്ളവരാണല്ലോ അല്ലേ? അപ്പനെ കുറിച്ച് എന്തേലും വിവരം കിട്ടിയോ? നിനക്കെന്തേലും അറിയാവോ അവളെ പറ്റി? എങ്ങനെയാ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിക്കുക? അപ്പോ ഇവിടെ ഇല്ലെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ക്ഷണിച്ചില്ലെങ്കിലും വിവാഹം നന്നായിട്ട് നടന്നോന്നറിയാൻ എനിക്കൊരാഗ്രഹം തോന്നി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ പുറത്തു വന്നു. അപ്പോഴാ അറിഞ്ഞത്. ബാലു ആത്മാർത്ഥത ഇല്ലാത്തവന്, കള്ളന്. പക്ഷെ തീരെ മനസാക്ഷി ഇല്ലാത്തവനല്ല. ഹാമി വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടെന്ന് ഞാൻ ഊഹിച്ചു. ഒന്ന് കാണണമെന്ന് തോന്നി. ആശ്വസിപ്പിക്കാനൊന്നും പറയുന്നില്ല. എന്റെ വാക്കുകള് അമ്മ ഒരിക്കലും ആശ്വസിപ്പിക്കില്ല എന്നും അറിയാം. എന്നാലും എന്നെ കാണുമ്പോ കുറെ ദേഷ്യപ്പെടുമല്ലോ. അപ്പോ മൂടിക്കെട്ടിയിരിക്കുന്ന മനസ്സിന് ഒരു മാറ്റം വരുമല്ലോ. അങ്ങനെ വിചാരിച്ചു അതിനുവേണ്ടി വന്നതാ. ഇനി ഈ പറഞ്ഞൊന്നും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഹാമി എന്നെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു. കൊച്ചാണല്ലോ എല്ലാത്തിന്റെ സൂക്ഷിപ്പുകാരൻ. എന്നായിരുന്നു അത്? എന്താ മോനെ കാര്യം? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഞാൻ പറയാം. ഓഫീസിൽ ഇഷ്യൂ ഉണ്ടായതിനു പുറകെ നീ അപ്പുനെ വിളിച്ചുകൊണ്ടെന്ന് ഇവിടെ താമസിപ്പിച്ചില്ലേ? ആ സമയത്താ. എങ്കിലെന്റെ ഊഹം ശരിയാ. പപ്പ ബോധമില്ലാതെ എന്നോടാന്നുള്ള ധാരണയിൽ പഴയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതേ അപ്പുവിനോടാ. അത്രയ്ക്ക് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നില്ല സിദ്ധു ഞാൻ. മദ്യത്തിന്റെ ലഹരിയിൽ അതെല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നും. ഇപ്പോ നിനക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? പേരൻസിന്റെ മരണത്തെ പറ്റി അപ്പുവിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. അവളത് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ചേട്ടായിയുടെ പേര് അവള് പറഞ്ഞോ നിന്നോട്? അതില്ല. ഓ, സകല കുഴപ്പങ്ങൾക്കും കാരണം പപ്പയാ. കൈപ്പിഴയെന്നും അബദ്ധമെന്നും പറഞ്ഞ് നിസ്സാരമാക്കി കാണിക്കുന്ന ഒരു ക്രൈം ചെയ്തിട്ട് അതൊളിപ്പിച്ചു വെക്കാൻ ഓരോരോ പരിപാടികൾ. ഒരു സമയത്ത് അപ്പു ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. പിന്നെ അവൾ ആരുടെ മകളാണെന്ന് മനസ്സിലാക്കിയപ്പോ ചുവടങ്ങ് മാറ്റി. കണ്ണിലെ കരടായി. അങ്ങനെയാ ഞങ്ങളുടെ വിവാഹത്തെ പോലെ എതിർത്തത്. പിന്നെ അതിന് അനുവാദം തന്നല്ലോ. അപ്പോഴത്തേക്കും മമ്മി പോയല്ലോ. പപ്പയെ ഒളിച്ച് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്താതിരുന്ന ദിവസമാ മമ്മിയുടെ മരണം. ഇപ്പൊ വീണ്ടും ഞങ്ങളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ച ദിവസം തന്നെ അപ്പു മിസ്സിങ്ങും. സിദ്ധു വന്നേ. എന്താ? വാ, ഒരു കാര്യം പറയട്ടെ. കൊച്ച, ചേട്ടായിക്ക് പണ്ടങ്ങ് ഒരു പിടിപ്പുകേട് പറ്റിപ്പോയി. അതിന്റെ പേരിൽ ഉള്ളില് നല്ല വിഷമമുണ്ട് താനും. നീ പപ്പയെ പ്രതിക്കൂട്ടി നിർത്തി സംസാരിച്ച മോനെ, നിനക്കറിയാലോ, ഹാർട്ട് പേഷ്യന്റാ. പുള്ളിക്കാരനത് താങ്ങാൻ പറ്റാതെ വരും. മരിച്ചുപോയ ചേട്ടത്തി തിരിച്ചു വരില്ല. അപ്പു എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ അതിനിടയ്ക്ക് പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നീ അതിനെക്കുറിച്ച് ചിന്തിക്കേ. എന്താ കുഞ്ഞ? മാറി നിന്ന് രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നോണ്ട് നോക്കിയതാ. ഞാൻ പിന്നെ ആർക്ക് ഫോൺ ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താ? ഇത്ര അർജന്റായിട്ട് ആരെയാ വിളിച്ച് ഇവിടത്തെ വിശേഷങ്ങൾ അറിയിക്കുന്നത്? അതെന്റെ പേഴ്സണൽ കാര്യം.
മറ്റാരും ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഈ വീടുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നിരിക്കുന്ന സമയം ചിലപ്പോ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ടി വരും. എന്നെ ചോദ്യം ചെയ്യാനേ കുഞ്ഞയ്ക്കാരാ അനുവാദം തന്നത്? അതിന് ഞാൻ നിന്നെ ചോദ്യം ചെയ്തു. ഇവിടത്തെ വിവരങ്ങള് ആരെയാ ഇത്ര തിടുക്കപ്പെട്ട് വിളിച്ചറിയിക്കുന്നേ എന്ന് ചോദിച്ചു. അത്രയല്ലേ ഉള്ളൂ. എന്നാലേ സംശയിക്കണ്ട, ഞാൻ ശിവയെ വിളിച്ചത്. സംശയം ഉണ്ടെങ്കിൽ ഇതാ നോക്ക്. അതങ്ങ് പറഞ്ഞാ പോരെ. മറ്റുള്ളവരുടെ പെർമിഷനോടെ എനിക്ക് എന്റെ ഭർത്താവിനെ വിളിക്കാവുള്ളൂ എന്ന് വെച്ചാ ഇതെന്താ അടിയന്തരാവസ്ഥയാണോ? ഭാവന എഴുതാപ്പുറം വായിക്കില്ലേ? അല്ലെങ്കിലും നിങ്ങക്ക് പണ്ടേ എന്നോടും എന്റെ മമ്മയോടും ചൊരുക്ക് തന്നെയേ. ഞാൻ ഓവർ മേക്കപ്പ് ആണ്, കൈയില്ലാത്ത ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞെങ്കിൽ കണക്കായി പോയി. നീ കൊണ്ട് കേസ് കൊടുക്ക്. അപർണയെ തട്ടിക്കൊണ്ടു പോയത് ദുബായിലിരിക്കുന്ന ശിവയും കൂടിയാണെന്ന് പറഞ്ഞു നിങ്ങളുണ്ടേ കേസ് കൊടുക്കുമല്ലോ. നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൂടാന്നുണ്ടോ? ദേ കുഞ്ഞ, അധികം അങ്ങനെ സത്യവതി ചമയല്ലേ ഭാവനെ. ചിലതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് മനസ്സിലായിരുന്ന കുഞ്ഞയ്ക്ക്? ഹൽദിയുടെ അന്ന് അപ്പൂനുള്ള മഞ്ഞളിന്റെ പൗഡറിൽ ചൊറിയുന്ന പൊടിയിട്ടത് ആരാ? ആരാ? സർവാംഗം ചൊറിഞ്ഞു കയറി വന്ന നീ പറ. മഞ്ഞളിനകത്ത് ചൊറിയുന്ന പൊടിയാണെന്ന് പറഞ്ഞത് കുഞ്ഞയല്ലേ? അപ്പൊ നിങ്ങളായിരിക്കും അത് ചെയ്തത്. ഇന്നലെ പാർട്ടിക്കിടയിലേ അവൾക്കുള്ള ജ്യൂസിൽ കള്ള് ചേർത്തതും അത് ഗ്ലാസ് മാറി കുടിച്ചതും ഞാനാണെന്ന് പറയൂ നീ? ആ, ചിലപ്പോ പറഞ്ഞിരിക്കും. നെറികെട്ട കാര്യങ്ങൾ പറഞ്ഞാലേ വിവരം അറിയും നീ. കുഞ്ഞിക്കിപ്പൊ എന്താ വേണ്ടത്? അപ്പൂനെ കാണാതായത് ഞാൻ എന്തോ ചെയ്തിട്ടാണെന്ന് വരുത്തി തീർക്കണം. വരുത്തിയൊന്നും തീർക്കണ്ട. പക്ഷേ നിനക്ക് ആ സംഭവമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതാ നല്ലത്. ഓ, ACP വന്നത് പോരാഞ്ഞിട്ട് രഹസ്യ പോലീസ് സുജാത മാഡം അവതരിച്ചിരിക്കുന്നു. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ആ ACPയോട് പറയുമായിരുന്നു നിന്നെ ശരിക്കൊന്ന് കൊടയാൻ. ഒരു സൂചനയും കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. തെളിവ് സഹിതം പിടിക്കപ്പെടുന്നവരെ ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്നേഹബുദ്ധിയോടെ ഞാൻ പറയുക, അപ്പുവിന്റെ കേസിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടെങ്കിൽ സിദ്ധുവിനോടോ ചേട്ടായിയോടോ തുറന്നു പറയണം. അല്ലെങ്കിൽ കേസിൽ ചെന്ന് പെടുക മാത്രമല്ല, ഈ സൊനാലി ബംഗ്ലാവിൽ നിന്നേ നീ പുറത്താവും. നീ മാത്രമല്ല, നിന്റെ മമ്മി ഓർത്തോ. പറയണം മിസ്റ്റർ മധുശങ്കർ. ഞാൻ നിങ്ങളോട് തന്നെ. ഞാനോ? ഞാൻ എന്ത് പറയാൻ? അപർണ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എങ്ങനെ അറിയാനാ? ആരും വിശ്വസിക്കരുത് കേട്ടോ. ആമി, വെറുതെ പറയാ അവര്. എനിക്കൊന്നും അറിഞ്ഞൂടാ. അറിയാം. അപർണ മിസ്സിംഗ് ആയ കേസിൽ പ്രതി നിങ്ങളാണ് മധുശങ്കർ. അല്ല, ഞാൻ നിരപരാധിയാ. എന്റെ ആമീരെ മോളെ ഞാൻ തട്ടിക്കൊണ്ടു പോകാനോ? ആരെയും കിട്ടാതെ വന്നപ്പോ എന്നെ പ്രതിയാക്കുക പോലീസ്. കൂട്ടുപ്രതിയോ? അതാരാ? നീ തന്നെ പറ. പറയാൻ. കിഷോറോ? അതെ, ഇവളുടെ ശരിക്കുള്ള ഭർത്താവ്. ബാലശങ്കറിനെ കാണുന്നതിന് മുൻപ് കല്യാണം കഴിച്ചയാൾ. അയാളുടെ പേര് സനൽ എന്നല്ലേ? സനൽ, ഗോകുൽ, രാഹുൽ, അങ്ങനെ പല പേരുകൾ പറയും. ശരിക്കും അയാൾ കിഷോറ. അവനും റിയയും കൂടി പ്ലാൻ ചെയ്ത അവനെ തട്ടിക്കൊണ്ടുപോയത്. എന്തിനാണെന്ന് നീ തന്നെ പറയൂ. ഇന്നത്തെ ഒച്ചയും ബഹളും നടക്കുമ്പോ ആമിയോട് പണം ആവശ്യപ്പെടാം. കോടികൾ വിലപേശി വാങ്ങിയിട്ട് അപർണയെ വിട്ടയക്കാനായിരുന്നു തീരുമാനം. ചോദിക്കുന്ന പണം കിട്ടിയില്ലെങ്കിൽ എന്നേക്കുമായി ആ കുട്ടിയെ തീർത്തു കളയാനും. എന്നാലും എല്ലാരും എന്നെ സംശയിച്ചില്ലേ? പോട്ടെ, സാരമില്ല.
ഭാവനെ കരയാതെ. ഛെ, 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 ഛെ. എന്താണ് ഇത് കുട്ടികളെ പോലെ ഏ? പോട്ടെ മോളെ, മറന്നേക്ക്. പോട്ടെ. ഇവിടേക്ക് നമുക്ക് നാളത്തേക്ക് ഒരുക്കണ്ടേ? ഞാൻ ഇറങ്ങോ? നാളെ മരുമകളാവുന്നത് ഞാനായിരിക്കും കേട്ടോ. നമ്മുടെ മോന്റെ കല്യാണമാണെന്ന്. ഞങ്ങൾക്ക് മഞ്ജുവിനെ കാണാൻ പറ്റിയില്ലെങ്കിലും മഞ്ജുവിന് ഞങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. മമ്മിയുടെ പൊന്നു മോനല്ലേ അവൻ. പപ്പ, ആ, പപ്പയ്ക്ക് ദക്ഷിണ കൊടുക്കും മോനെ. എനിക്ക് മണ്ഡപത്തിൽ വെച്ച് ദക്ഷിണ തന്നാ മതി. മമ്മിയുടെ മുമ്പിൽ ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങിക്കേ. ചെല്ലേ. വീഡിയോ അത്. ഈ പറഞ്ഞൊന്നും സത്യമല്ല. അപ്പു, എന്നെ ഒന്ന് വിശ്വസിക്കുന്നീ? തനുശ്രീ പറഞ്ഞു കഴിഞ്ഞോട്ടെ. എന്റെ ജീവിതം സിദ്ധു കാരണം തകർന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരു പരിഹാരമേ ഉള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യണ്ടെങ്കിൽ സിദ്ധു എന്റെ കഴുത്തിൽ താലി കെട്ടണം. ഇത് ചതിയാണ്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇവളുണ്ടാക്കിയ ട്രാപ്പ്. സ്വന്തം മാനം പണയം വെച്ച് ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പപ്പ എന്തോന്നും പറയാത്തത്? നമുക്ക് ആലോചിച്ചൊരു പരിഹാരം കണ്ടെത്താം. എനിക്കൊന്നും ആലോചിക്കാനില്ല. സിദ്ധു എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലീസിനെ വിളിക്കണം. അത് തന്നെയാ വേണ്ടത്. നമുക്ക് പോലീസിനെ വിളിക്കാം. അപ്പോ ഇതിന്റെ ആവശ്യം എന്താ? നീ കാര്യം അറിയാതെ. ചതിയും വിശ്വാസവഞ്ചനയും ആര് കാണിച്ചാലും അതിനെ നിയമം കൊണ്ട് നേരിടണം. അത് ന്യായമായ കാര്യം. ഞാൻ ആരെയും ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല. സിദ്ധു ഇനി അധികം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അപർണയ്ക്ക് നിന്നെ വിശ്വാസമില്ലാന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ചതിച്ചതാരായാലും നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് പോലീസിൽ ഏൽപ്പിക്കാൻ പോകുന്നത് സിദ്ധുവേട്ടനെ അല്ല, തനുശ്രീയാ. എന്നെയോ? എന്തിന്? ഇയാള് സിദ്ധുവേട്ടനെ ചതിച്ചതിന്. ആഹാ, അത് ശരി. രണ്ടുപേരും ചേർന്ന് ഒത്തു കളിക്കുകയാണല്ലേ? നീയാണോ എന്നെ റേപ്പ് ചെയ്യാൻ സിദ്ധുവിനെ പറഞ്ഞു വിട്ടത്? നിർത്ത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്.
ഇവളിവിടെ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാ. വീഡിയോയും വ്യാജമാണ്. സുഖമില്ലാന്നും പറഞ്ഞ് സിദ്ധുവേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് ഇവള് പറ്റിക്കുമായിരുന്നു. നുണ. ആര് പറഞ്ഞു നിന്നോട് ഈ കള്ളക്കഥ? എല്ലാത്തിനും സാക്ഷിയായ ജലജ. പറഞ്ഞു വിളിച്ചു വരുത്തുക, എന്നിട്ട് ജ്യൂസിൽ മയങ്ങാനുള്ള മരുന്ന് ഒഴിച്ചു കൊടുക്കുക. എന്തൊരു പെണ്ണാ ഇവള്. ഇതിലും വലിയ സംഭവങ്ങളല്ലേ ദിവസവും ന്യൂസിൽ കാണുന്നത്. എന്നാലും എനിക്കിതങ്ങോട്ട് ഓർത്തിട്ട് മേലാകെ പെരുക്കുക. സിദ്ധു സാറാണെങ്കി ആളൊരു പാവ. എന്നിട്ടാണോ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത്? വയറ്റിപ്പഴപ്പല്ലേ ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇതിന്റെ ഇടയ്ക്ക് എന്ത് വിശേഷങ്ങള്? അവിടെ ചോദിച്ചത്. ആ ഒന്നുമില്ല, ചേട്ടൻ ആ പൈപ്പ് ശരിയാക്കുമായിരുന്നു. ശരി. ആകെ സംശയമായി എനിക്ക്. അപ്പൊ ഞാൻ അവിടുന്ന് മടങ്ങിപ്പോയെങ്കിലും പിന്നീട് ഞാൻ അങ്കിളിനെയും ചേച്ചിയെയും കോണ്ടാക്ട് ചെയ്തു. അപ്പോഴാ യഥാർത്ഥ ചിത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി അങ്കിള് പറയും. അടുത്ത വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കുന്നത് മാന്യതയല്ലെന്നറിയാം. ഈ കുട്ടിക്ക് അസുഖം കൂടിയിട്ട് രാത്രിയിൽ സിദ്ധു സാർ വന്നതായിരിക്കുമെന്നാ എനിക്ക് തോന്നിയത്. അതറിയാനാ ഞാൻ പോയത്. അവിടെ ചെന്നപ്പോ പപ്പയുടെ മനസ്സെനിക്ക് കാണാൻ കഴിയും. ആ മനസ്സിനുള്ളിലെ വീർപ്പുമുട്ടൽ എനിക്കറിയാനും കഴിയും. ഒരു മകളില്ല എന്നുള്ള സങ്കടം ഇനി എനിക്കില്ല. നീ എന്റെ പൊന്നുമോളാ. പപ്പ, അപ്പൊ ഞാനോ? ആ സിദ്ധു എന്റെ പൊന്നു മോനെ. അപ്പോഴേ എനിക്കൊരു ക്രമപ്രശ്നം ഉന്നയിക്കാനുണ്ട്. മുഹൂർത്തം കഴിയാറാവുന്നു. താലികെട്ട്. മഴ നനഞ്ഞ രാവിൽ മിഴി തിരഞ്ഞൊരാ